ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കണമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ദർശന അക്കാഡമിയുടെ ഈ പടി കയറി വന്നു. 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് പോയി. അവൻ്റെ ഉദ്ദേശം റാങ്കൊന്നും കിട്ടിയില്ല. പിന്നീട് പലരെയും പോലെ നാട്ടിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 20,000-25,000 പേര് പഠിക്കുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഒരിക്കലും മുഖമില്ലാത്ത, ഒരിക്കലും ഞങ്ങളെ നേരിട്ട് വിളിച്ചിട്ടില്ലാത്ത, അതല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ പോലും പേര് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൻ 1 വർഷം കഴിഞ്ഞു. ഒരു PGക്ക് പോലും അവനെ പേഴ്സണലായിട്ട് അവർ കണക്ട് ചെയ്തില്ല. എക്സാം ആസ് യൂഷ്വൽ അവന് പ്രതീക്ഷ സ്കൂളിൽ കിട്ടിയില്ല. അവൻ പറഞ്ഞു, പപ്പ ഞാൻ ദർശന അക്കാഡമിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും വീണ്ടും ഈ പടി കയറി വന്നു. സോണീഷിനെയും സാറിനെയും നമ്മുടെ ഫസ്റ്റ് വാണൻ സാറിനെയൊക്കെ കണ്ടു. ഒത്തിരി സന്തോഷമാണ് നിൽക്കുന്നത്. കാരണം മനുഷ്യത്വമുള്ള മുഖങ്ങളും സ്നേഹമുള്ള ടീച്ചർമാരും ചിരിക്കുന്ന ടീച്ചർമാരും ഭക്ഷണത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് പരിഹരിക്കുന്ന വാണനും ഇവിടുത്തെ കിച്ചണിലെ സ്റ്റാഫുകളും എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ മക്കളെ നോക്കി ഒത്തിരി നന്ദിയുണ്ട് ദർശനത്തിന്. ഇപ്പം കിട്ടിയ സ്കോറ് അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ ഞങ്ങളൊരു സന്തോഷമുണ്ട്. അവരൊരു നല്ല മനുഷ്യനായി തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. ദർശന അക്കാഡമിക്കും ബഹുമാനപ്പെട്ട സോണിയക്കും പ്രിയപ്പെട്ട മിസ്സുമാർക്കും എല്ലാ പ്രിയപ്പെട്ടവരുമൊക്കെ അത് ബഹുമാനിക്കാം. ഒത്തിരി